ലോകം ഇന്ന് ഒരുതരം ഡിജിറ്റൽ യുദ്ധകളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തോക്കുകളും മിസൈലുകളും ഒരു വശത്ത് നാശം വിതയ്ക്കുമ്പോൾ മറുവശത്ത് നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയും ഒക്കെ വലിയ നിയമകുരുക്കുകളായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇസ്രായേലി മാധ്യമ പ്രവർത്തകന് നേരെ ജയിൽ ശിക്ഷാ ഭീഷണി മുഴക്കുന്നു. മറുവശത്ത് ദുബായിൽ ഒരു വാട്സാപ്പ് വീഡിയോ പങ്കുവച്ചതിന്റെ പേരിൽ ഒരു ബ്രിട്ടീഷ് യുവാവ് അഴിക്കുള്ളിലാകുന്നു. ഇതിനിടയിൽ കടം കൊടുത്തവനെ പരിഹസിക്കുന്ന പാകിസ്ഥാൻ സെനറ്ററുടെ വാക്കുകൾ നയതന്ത്ര ലോകത്ത് വൻ ചർച്ചയാകുന്നു. അതെ, 2026 ഏപ്രിൽ മാസം പിന്നിടുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും തമ്മിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത് പരിശോധിക്കാം. വെൽക്കം ടു ലോക. ലോകം ഇന്നൊരു വലിയ വഴിത്തിരിവിലാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത അത്ര ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പശ്ചിമേഷ്യയും ലോകരാജ്യങ്ങളും നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെ കേട്ട ഭീകരമായ സ്ഫോടന ശബ്ദങ്ങളും ഒരു വലിയ യുദ്ധത്തിന്റെ മുഴക്കമാണ്. ഇന്ന് 2026 ഏപ്രിൽ 7 ട്രംപ് ഇറാന് നൽകിയ 10 ദിവസത്തെ ആ അന്ത്യശാസനം ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയില്ല എങ്കിൽ ഇറാന്റെ സർവ്വതും തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വെറുമൊരു വാക്കല്ല ഇത്. ഇതിനകം തന്നെ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം. 2026 ഏപ്രിൽ മാസം പിന്നിടുമ്പോൾ പ്രാദേശികമായ ഒരു തർക്കത്തിനപ്പുറം ആഗോള ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും വിരൽ ചൂണ്ടുന്ന സംഭവ വികാസങ്ങളാണ് ടെഹ്റാനിലും വാഷിംഗ്ടണിലും അരങ്ങേറുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെ കേട്ട സ്ഫോടന ശബ്ദങ്ങളും ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത അന്ത്യശാസനവും ചേർന്ന് ലോകത്തെ ഒരു മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം ഊഴത്തിൽ സ്വീകരിക്കുന്ന കടുത്ത അമേരിക്ക ഫസ്റ്റ് നയം സഖ്യകക്ഷികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഇറാനെതിരെ 4 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി വെറും ഒരു പ്രസ്താവനയല്ല എന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിനായി പൂർണ്ണമായും തുറന്നു നൽകണമെന്നും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ട് ഇറാന് നൽകിയ 10 ദിവസത്തെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഈ സമയപരിധിക്കുള്ളിൽ സമാധാന കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. വെറുമൊരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് കാര്യമില്ല എന്നും മേഖലയിലെ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കി തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥിരമായൊരു പരിഹാരമാണ് വേണ്ടതെന്നുമാണ് ഇറാന്റെ നിലപാട്. ഈ കടുംപിടുത്തം പശ്ചിമേഷ്യ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. ചൊവ്വാഴ്ച പുലർച്ചെ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ സ്ഫോടനങ്ങൾ മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ടെഹ്റാനിലെ പ്രശസ്തമായ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെയുണ്ടായ ആക്രമണവും ജനവാസ മേഖലയിലെ സമുച്ചയം തകർന്ന് 13 പേർ കൊല്ലപ്പെട്ടതും ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള കനത്ത പ്രഹരമാണ്. ഇനി ഇതിനേക്കാൾ വലിയ ആഘാതമെന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി മജീദ് ഖാദമിയുടെ വധമാണ്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ മരണം ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ കൃത്യമായ ആസൂത്രണമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലും സമാനമായ സ്ഫോടനങ്ങൾ നടന്നത് സംഘർഷം ഇറാൻ അതിർത്തികൾക്ക് പുറത്തേക്ക് പടരുന്നതിന്റെ സൂചനയാണ്. ഇതിനിടെ ഇറാൻ വിക്ഷേപിച്ച 7 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ തകർത്തതായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചത് പശ്ചിമേഷ്യയിലെ ചേരിതിരിവ് വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഇറാൻ നയത്തോട് പാരമ്പര്യ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തവണ കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. നേറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന ട്രംപിന്റെ മുൻകാല ഭീഷണികൾ യൂറോപ്പിന്റെ സ്വന്തം സുരക്ഷയെക്കുറിച്ച് പുനർചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി സാഞ്ചസിനെ പോലെയുള്ള നേതാക്കൾ ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ചരിത്രപരമായി ഹിറ്റ്ലറെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ തെറ്റ് ട്രംപിന്റെ കാര്യത്തിൽ ആവർത്തിക്കില്ല എന്നാണ് യൂറോപ്യൻ നേതാക്കളുടെ പക്ഷം. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ മേഖലയിലെ സന്തുലിതാവസ്ഥ, അതായത് ബാലൻസ് തകരുമെന്നും അത് അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെടെയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കുമെന്നും അവർ ഭയപ്പെടുന്നു. നേറ്റോയിലെ ഈ ഭിന്നത
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഗുണകരമാകുമെന്ന ആശങ്കയും വളരെ ശക്തമാണ് ശരിക്കും. ഇനി ഈ ഒരു യുദ്ധഭീതി ആഗോള വിപണികളെ ഉലച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $111 അതുപോലെ WTI $115 ഉയർന്നത് ഇന്ധനവില വർധനവിനും അതുവഴി പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇന്ത്യൻ ഓഹരി വിപണിയിൽ തുടർച്ചയായ 3 ദിവസത്തെ നേട്ടത്തിന് ശേഷമുണ്ടായ കനത്ത ഇടിവ് നിക്ഷേപകരുടെ ആശങ്കയാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ നിഫ്റ്റിയിലെ പ്രധാന ബാങ്ക് ഓട്ടോ ഓഹരികൾ തകർച്ച നേരിടുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡോളറിന്റെ മൂല്യം ഉയരുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ 93.05 എത്തുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായത് നിക്ഷേപകർ പണമായി കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാകാം. പശ്ചിമേഷ്യയിലെ ഈ പ്രതിസന്ധിക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 2015 ആണവ കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും തുടർന്നുണ്ടായ ഉപരോധങ്ങളുമാണ് ഇറാന്റെ ഇന്നത്തെ കടുത്ത നിലപാടുകൾക്ക് അടിസ്ഥാനം. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വിദേശ നയമല്ല, മറിച്ച് തന്റെ കരുത്ത് തെളിയിക്കാനുള്ള രാഷ്ട്രീയ പരിഷ്കരണം കൂടിയാണ്. റഷ്യയും ചൈനയും ഈ സംഘർഷത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നതും ഏത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. ഇറാനെ പൂർണ്ണമായും തകർക്കുന്നത് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അമേരിക്ക കരുതുന്നുണ്ടാകാം. എന്നാൽ ഒരു വലിയ യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ തകർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആധുനിക ലോകം ഇന്ന് നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. ബലം പ്രയോഗിച്ചുള്ള സമാധാനം എന്ന ട്രംപിന്റെ സിദ്ധാന്തം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും മണിക്കൂറുകൾ പറയും. ഇന്ന് രാത്രി 8 മണിക്ക് ഇന്ത്യൻ സമയം പുലർച്ചെ അമേരിക്ക എന്ത് തീരുമാനം എടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ ലോകത്തിന്റെ സമാധാനം. സൈനിക നീക്കങ്ങൾക്കും അപ്പുറം നയതന്ത്രപരമായ ഒരു ചർച്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ടോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ തങ്ങളുടെ ഷാഠ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമോ അതോ ട്രംപ് തന്റെ ഭീഷണി നടപ്പിലാക്കുമോ? ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം, ആഡംബരത്തിന്റെ പറുദീസ ദുബായ് നഗരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ ഇന്ന് ആ തിളങ്ങുന്ന നഗരത്തിന് പിന്നിൽ അതീവ ഗൗരവകരമായ ചില മുന്നറിയിപ്പുകൾ മുഴങ്ങുന്നുണ്ട്. കേവലം ഒരു വാട്സാപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിഞ്ഞേക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതെ, ഒരു ബ്രിട്ടീഷ് വിമാന ജീവനക്കാരൻ ഇന്ന് ദുബായിൽ നേരിടുന്ന കടുത്ത നിയമ നടപടികൾ ഓരോ പ്രവാസിക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം പുകയുന്ന ഈ 2026 UAEയുടെ സൈബർ നിയമങ്ങൾ എത്രത്തോളം കർക്കശമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പരിശോധിക്കാം. അത്യാധുനിക ആകാശ ഗോപുരങ്ങളും ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ദുബായ് നഗരം എന്നും സുരക്ഷിതത്വത്തിന്റെ, അതായത് സേഫ്റ്റിയുടെ പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ഗ്ലാമറസ് മുഖത്തിന് പിന്നിൽ അതിശക്തമായ നിയമവ്യവസ്ഥയും കണിശമായ നിരീക്ഷണ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് പലരും വിസ്മരിക്കാറുണ്ട്. അടുത്തിടെ ഒരു ബ്രിട്ടീഷ് വിമാന ജീവനക്കാരൻ നേരിടേണ്ടി വന്ന ദുരനുഭവം ഈ യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ്. വെറും ഒരു വാട്സാപ്പ് സന്ദേശം ഒരാളുടെ ജീവിതം എങ്ങനെ തകിടം മറിക്കാമെന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണിത്. പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധാന്തരീക്ഷത്തിനിടയിൽ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചതിനാണ് 25-കാരനായ ഈ യുവാവിനെ UAE അധികൃതർ അറസ്റ്റ് ചെയ്തത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മാറുന്ന ആഗോള സാഹചര്യങ്ങളിൽ പ്രവാസികളും വിനോദസഞ്ചാരികളും അറിഞ്ഞിരിക്കേണ്ട ഗൗരവകരമായ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഈ ഒരു സംഭവം തുടങ്ങുന്നത് വളരെ സിമ്പിളായിട്ടാണ്. 25 വയസ്സുകാരനായ ഒരു ബ്രിട്ടീഷ് വിമാന ജീവനക്കാരൻ താൻ ജോലി ചെയ്യുന്ന ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിന്റെ ചിത്രം തന്റെ സുഹൃത്തുക്കളുടെ പ്രൈവറ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തു. വെറും ഒരു കൗതുകത്തിനല്ല അദ്ദേഹം അത് ചെയ്തത്. എയർപോർട്ടിലൂടെ നടക്കുന്നത് സുരക്ഷിതമാണോ എന്ന തന്റെ സഹപ്രവർത്തകരോടുള്ള ഒരു കൺസേൺ, ഒരു ചോദ്യം മാത്രമായിരുന്നു ആ ഒരു സന്ദേശം. പക്ഷേ നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ കൈവിട്ടുപോയി. UAEയുടെ സൈബർ നിയമങ്ങൾ പ്രകാരം ഇത്തരമൊരു ദൃശ്യം ചിത്രീകരിക്കുന്നതോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതോ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. തുടർന്ന് അധികൃതർ യുവാവിന്റെ ഫോൺ പരിശോധിക്കുകയും സൈബർ ക്രൈം നിയമങ്ങൾ പ്രകാരം കേസെടുക്കുകയുമായിരുന്നു. 2 വർഷം വരെ തടവ് ശിക്ഷയും ഏകദേശം 45 ലക്ഷത്തിലധികം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. തന്റെ ജോലി സ്ഥലത്തെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെട്ട ഒരു യുവാവിന് തന്റെ കരിയറും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇനിയുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് UAE ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നത്? എന്തുകൊണ്ടാണ് UAE ഇത്ര കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്? നമുക്കറിയാം, 2026 ഫെബ്രുവരി മുതൽ ഈ മേഖലയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടക്കുന്നത്. 2026 ഫെബ്രുവരി അവസാനത്തോടെ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്നോണം മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു.
UAE പ്രശസ്തമായ ബുർജൽ അറബ്, അതുപോലെ ഫേമോൺ ദി പാം തുടങ്ങിയ ഹോട്ടലുകൾക്കും വിമാനത്താവളങ്ങൾക്കും സമീപം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് UAE ഭയപ്പെടുന്നു. ദുബായ് എന്ന നഗരം നിലനിൽക്കുന്നത് തന്നെ അവിടുത്തെ സേഫ്റ്റി ഇമേജിന്റെ മേലാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിനോദസഞ്ചാര കേന്ദ്രമെന്ന പദവി നിലനിർത്തുക എന്നത് ദുബായിയുടെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളും ബിസിനസ്സുകാരും എത്തുന്ന ഈ നഗരത്തിൽ പരിഭ്രാന്തി പരത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതോ അതീവ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് സൈബർ നിയമങ്ങൾ കാണുന്നത്. UAEയുടെ സൈബർ ക്രൈം നിയമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കർക്കശമായവയിലൊന്നാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതോ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തുന്നതോ ആയ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമാണ്. വാട്സാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അധികൃതർക്ക് ഫോണുകൾ നേരിട്ട് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. വ്യാജ വാർത്തകൾ, കിംവദന്തികൾ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രചരണങ്ങൾ എന്നിവ പ്രചരിക്കുന്നവർക്കെതിരെ ഉടനടി ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് അറ്റോർണി ജനറൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേവലം ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് പോലും പൊതുസമാധാനത്തെ തകർക്കാനുള്ള ശ്രമമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാമെന്നതാണ് ഇവിടുത്തെ നിയമത്തിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിൽ വരുന്നത് പോലെ ഒരു വീഡിയോ കണ്ടാലുടൻ അത് ഫോർവേഡ് ചെയ്യുന്ന രീതി ഇനി UAEയിൽ നടപ്പില്ല. ബ്രിട്ടീഷ് യുവാവിന്റെ കേസിൽ അദ്ദേഹം സന്ദേശം അയച്ചത് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലാണ്. എങ്കിലും എയർപോർട്ട് പരിസരത്ത് വെച്ച് ഫോട്ടോ എടുത്തത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഫോൺ പരിശോധിക്കുകയുമായിരുന്നു. ഇനി ഈ ബ്രിട്ടീഷ് പൗരന്റെ കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടുകൾ പ്രകാരം 70ഓളം ബ്രിട്ടീഷ് പൗരന്മാർ സമാനമായ രീതിയിൽ നിരീക്ഷണത്തിലോ നിയമ നടപടികളിലോ അകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വിനോദസഞ്ചാരികളും പ്രവാസികളും വിമാന ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. മിസൈലുകൾ ആകാശത്തിലൂടെ പറന്നു പോകുന്ന ദൃശ്യം ചിത്രീകരിച്ചതിന് 60-കാരനായ ഒരു ലണ്ടൻ സ്വദേശിയും അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പുറമെ 19ഓളം ഇന്ത്യൻ പൗരന്മാരും ഇത്തരത്തിൽ നിയമക്കുരുക്കിൽ അകപ്പെട്ടതായിട്ടാണ് വിവരം. കാനഡ, റഷ്യ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സമാനമായ സാഹചര്യങ്ങൾ നേരിടുന്നുണ്ട്. ഇന്റർനെറ്റിൽ ഇതിനകം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വീണ്ടും പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്ന തെറ്റായ ധാരണയാണ് പലരെയും ഈ ഒരു കുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ UAEയിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ കുറ്റമായി മാറുന്നു. സാമ്പത്തികവും വിനോദസഞ്ചാരപരവുമായ താല്പര്യങ്ങളാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ പ്രധാന പ്രേരണ. ദുബായ് ഇന്ന് കേവലം ഒരു നഗരമല്ല, മറിച്ചൊരു ആഗോള ബ്രാൻഡാണ്. വിദേശ നിക്ഷേപകരും വിനോദസഞ്ചാരികളും ഈ നഗരത്തെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം മൂലമാണ്. ഡ്രോൺ ആക്രമണങ്ങളുടെയോ മിസൈൽ പതനങ്ങളുടെയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പടരുന്നത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കാനും വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കാനും കാരണമാകും. വിവരങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിലൂടെ എല്ലാവർക്കും സുരക്ഷിതത്വം അനുഭവപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് UAE അധികൃതരുടെ വാദം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഈ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്കകളെ അടിച്ചമർത്തുന്നത് അവകാശ ലംഘനമാണ് എന്നാണ് അവരുടെ പക്ഷം. UAEയിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഈ സംഭവം വലിയൊരു പാഠമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾ അമിത ആവേശത്തോടെ ഇത്തരം ദൃശ്യങ്ങൾ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്ന ശീലമുള്ളവരാണ്. യുദ്ധമോ പ്രകൃതിക്ഷോഭമോ അതുപോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക എന്നതാണ് സുരക്ഷിതമായ മാർഗം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പോലും ഇത്തരം ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ പോലും ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നതിനാൽ നിയമപാലകർക്ക് മുന്നിൽ ന്യായീകരണങ്ങൾ വിലപോകില്ല. വിദേശ എംബസികൾ തങ്ങളുടെ പൗരന്മാർക്ക് നൽകുന്ന കർശനമായ നിർദ്ദേശം രാജ്യത്തെ നിയമങ്ങളെ മാനിക്കണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണമെന്നുമാണ്. സങ്കീർണമായ ഈ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും തമ്മിലുള്ള നേരിയ നൂൽപ്പാലത്തിലൂടെയാണ് ദുബായ് സഞ്ചരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മാനിക്കാൻ അവിടെ ജീവിക്കുന്ന ഏതൊരാളും ബാധ്യസ്ഥനാണ്. വിദേശത്തായിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ഓരോ ചിത്രവും ഡിജിറ്റൽ ലോകത്ത് എന്നേക്കുമായി അവശേഷിക്കുമെന്ന തിരിച്ചറിവ് ആവശ്യമാണ്. കൗതുകത്തിനോ ആശങ്ക പങ്കുവയ്ക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും വലിയൊരു ക്രിമിനൽ കുറ്റമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മിതത്വവും ജാഗ്രതയുമാണ് ഏറ്റവും വലിയ സുരക്ഷാ കവചം. തങ്ങൾ അതിഥികളായി എത്തുന്ന രാജ്യത്തെ നിയമങ്ങൾ അന്ധമായി ലംഘിക്കപ്പെടുന്നത് തടയാൻ ഓരോ പ്രവാസിയും സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കൈക്ക് കൊത്തുക മാത്രമല്ല, അതേ കൈയിൽ പണമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും കൂടി ചെയ്താൽ എങ്ങനെയുണ്ടാകും? അത്തരമൊരു വിചിത്രമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ സംസാരിച്ചു വരുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല. കാര്യം ഇതാണ്: പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്കിൽ UAE വർഷങ്ങളായി നിക്ഷേപിച്ചിട്ടുള്ള $3 ബില്യൺ ഈ മാസം തന്നെ തിരിച്ചു നൽകണമെന്ന് അബുദാബി ആവശ്യപ്പെട്ടു. സാധാരണയായിട്ട് പാകിസ്ഥാന്റെ സാമ്പത്തികാവസ്ഥ മോശമാകുമ്പോൾ UAE ഈ തുക തിരിച്ചു ചോദിക്കാതെ കാലാവധി നീട്ടി നൽകാറാണ് പതിവ്. ഇതിനെയാണ് സാങ്കേതികമായിട്ട് ഡെഡ് റോൾ ഓവർ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ UAE ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഒരു പരിഹാസ ചിരിയോടെ വളരെ പുച്ഛത്തോടു കൂടിയായിരുന്നു പാക് സെനറ്ററുടെ ആ ഒരു വാക്കുകൾ വരുന്നത്. വെറും വാക്കല്ല, UAE ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനുള്ള ഒരു ആസൂത്രിത ശ്രമം പോലെയാണത് തോന്നിയത്. പാവം UAE, അവർക്ക് ഇപ്പോൾ പണത്തിന് വല്ലാത്ത കഷ്ടപ്പാടുണ്ട് എന്ന് തോന്നുന്നു. അതാകാം ഞങ്ങളോട് കടം തിരിച്ചടയ്ക്കാൻ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ഇയാളുടെ ആ പരിഹാസം. അതായത് കടം വാങ്ങിയിട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ നാണക്കേട് മറയ്ക്കാൻ കടം തന്നവനെ പരിഹസിക്കുന്ന ഒരു ക്ലാസിക് റിവേഴ്സ് സൈക്കോളജി. കടം വാങ്ങിയവൻ കടം തന്നവന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു വിരോധാഭാസം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ബേചാര മജ്ബൂർ UAE എന്ന് ഇയാൾ വിശേഷിപ്പിച്ചത് കാലാകാലങ്ങളായിട്ട് തങ്ങളെ സഹായിച്ച ഒരു രാജ്യത്തോടുള്ള നന്ദികേടായിട്ടാണ് നയതന്ത്ര ലോകം ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് UAE പെട്ടെന്ന് ഈ ഒരു നിലപാടെടുത്തത്? ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2026 നിലവിലെ സാഹചര്യം ഇത് നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. ഈ യുദ്ധാന്തരീക്ഷത്തിൽ ഇറാനോട് പാകിസ്ഥാൻ കാണിക്കുന്ന ആ ഒരു മൃദ സമീപനം UAEയും അമേരിക്കയും അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സാമ്പത്തിക ഇളവുകൾ നിർത്തലാക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ട്. 1996 വാങ്ങിയ $450 മില്യൺ കടം വരെ ഇനിയും പാകിസ്ഥാൻ കൊടുക്കാനുണ്ട്. അതായത് കഴിഞ്ഞ 30 വർഷമായി ഒരു തുക കടമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്നാണ് UAEയുടെ നിലപാട്. പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ സഹായിക്കാനോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ട്രംപ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാനോട് കടം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരം വെറും $16 ബില്യൺ മാത്രമാണ്. അതിൽ നിന്ന് $3.5 ബില്യൺ പെട്ടെന്ന് UAEക്ക് നൽകേണ്ടി വരുന്നത് ആ ഒരു രാജ്യത്തെ കടുത്ത പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും നയിക്കും. എന്നിട്ടും ഞങ്ങൾ അഭിമാനികളാണ്, കടം ചോദിച്ചാൽ തിരിച്ചു നൽകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും ഉള്ളിൽ അവർ എത്രത്തോളം ആശങ്കയിലാണെന്ന് ലോകത്തിനറിയാം. മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ പണിയെടുക്കുന്ന മണ്ണാണ് UAE. ഇത്തരം വിവേകശൂന്യമായ പ്രസ്താവനകൾ നയതന്ത്ര ബന്ധങ്ങളെ തകർത്താൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. സത്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു കെണിയിലാണ്. ഒരു വശത്ത് IMF നൽകുന്ന കർശനമായ നിർദ്ദേശങ്ങൾ, മറുവശത്ത് സുഹൃത്ത് രാജ്യങ്ങൾ പോലും കൈവിടുന്ന സാഹചര്യം. കടം തിരിച്ചടയ്ക്കാമെന്ന് പാക് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. ഈ സാഹചര്യത്തിൽ പരിഹാസവും കളിയാക്കലും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. UAE ശരിക്കും വെറും ഒരു നിക്ഷേപകനല്ല, പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് തൊഴിൽ നൽകുന്ന രാജ്യം കൂടിയാണ്. അബുദാബിയെ പരിഹസിക്കുന്നത് പ്രവാസികളുടെ സുരക്ഷയെയും ഭാവിയെയും പോലും ബാധിച്ചേക്കാം. സെനറ്ററുടെ ഈ ഒരു വൈറൽ വീഡിയോ ഇതിനകം തന്നെ UAEയിലെ നയതന്ത്ര കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വന്തം കയ്യിലൊന്നുമില്ല എങ്കിലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഈ സ്വഭാവം പാകിസ്ഥാനെ എവിടെ എത്തിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. കടം തന്ന കൈക്ക് തന്നെ കൊത്തുന്നത് അത്ര നല്ല ലക്ഷണമാണോ? ട്രംപിന്റെ സമ്മർദ്ദവും UAEയുടെ കർശന നിലപാടും പാകിസ്ഥാൻ എങ്ങനെ മറികടക്കും? ഏപ്രിൽ 23 ഈ കടം തിരിച്ചടച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ നേരിടേണ്ടി വരും. സത്യം പറയുന്നവനെ ജയിലിലിടും. ഇത് ഏതെങ്കിലും സ്വച്ഛാധിപത്യ രാജ്യത്തു നിന്നുള്ള വാർത്തയല്ല. ലോകത്തെ ഒരു വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിദേശ മാധ്യമ പ്രവർത്തകന് നേരെ ഉയർത്തിയ പരസ്യമായിട്ടുള്ള ഭീഷണിയാണ്. അമേരിക്കയുടെ പക്കൽ നിന്ന് ഒരു പൈലറ്റ് കാണാതായി എന്ന അതീവ രഹസ്യം ലോകത്തെ അറിയിച്ച ഇസ്രായേലിലെ പ്രമുഖ റിപ്പോർട്ടർ അമിത് സെഗലിനെയാണ് ട്രംപ് ഇപ്പോൾ ഉന്നം വച്ചിരിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി, ഒന്നെങ്കിൽ സ്രോതസ്സിനെ പറഞ്ഞു തരിക, അല്ല എങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറെടുക്കുക എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. 2026 ഏപ്രിലിൽ പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറുമ്പോൾ അമിത് സെഗൽ എന്ന ഒറ്റയാൾ ട്രംപിന്റെയും പെന്റഗണിന്റെയും പദ്ധതികളെ അട്ടിമറിച്ചു. എന്താണ് ആ കാണാതായ പൈലറ്റിന്റെ കഥ? നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുന്നതിനിടെ
ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവാദം കൂടി പുകയുകയാണ്. ഒരു അമേരിക്കൻ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ. ഇത് പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനെ ജയിലിൽ അടയ്ക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് ഇസ്രായേലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അമിത് സെഗലാണ്. ദേശീയ സുരക്ഷയും മാധ്യമ സ്വാതന്ത്ര്യവും തമ്മിലുള്ള തർക്കം ഒരു വശത്ത് നടക്കുമ്പോൾ വിദേശ രാജ്യത്തെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടപടിയെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2026 ഏപ്രിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു വാർത്താ ചോർച്ച എന്നതിലുപരി അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ 3-നാണ് ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-15 ഈഗിൾ സ്ട്രൈക്ക് യുദ്ധവിമാനം വെടിവെച്ചിടപ്പെടുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിനെ അമേരിക്കൻ സൈന്യം സാഹസികമായി രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ ജീവനക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ആയുധ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ ഓഫീസർ കാണാതായ വിവരം ഇറാൻ സൈന്യത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. എന്നാൽ വിമാനം തകർന്നതിന് തൊട്ടു പിന്നാലെ രണ്ടാമതൊരാൾ കൂടി വിമാനത്തിലുണ്ടായിരുന്നുവെന്നും അയാൾക്കായി തിരച്ചിൽ തുടരുകയാണ് എന്നും ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഈ വിവരമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കാണാതായ പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ വാർത്ത ആദ്യമായി ലോകത്തിന് മുന്നിൽ എത്തിച്ചത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമിത് സെഗൽ രംഗത്തെത്തിയതോടെയാണ് നാടകീയമായ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇസ്രായേലിലെ ചാനൽ 12-ന്റെ രാഷ്ട്രീയ നിരീക്ഷകനും പ്രമുഖ പത്രമായ യെദിയോത്ത് എഹ്റോനോത്തിന്റെ കോളമിസ്റ്റുമാണ് അമിത് സെഗൽ എന്ന് പറയുന്ന വ്യക്തി. തന്റെ ടെലഗ്രാം ചാനലിലൂടെയാണ് അദ്ദേഹം ഈ വിവരം ആദ്യം പങ്കുവച്ചത്. ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ വിവരങ്ങൾ നൽകിയ സ്രോതസ്സിനെ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന് സെഗൽ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമെന്നും ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സെഗലിനെ തൊടാൻ ട്രംപിന് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനം വളരെ കർക്കശമായിരുന്നു. വിവരങ്ങൾ ചോർത്തി നൽകിയ ആളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും ആ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്രോതസ്സിനെ വെളിപ്പെടുത്തിയില്ല എങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭീഷണി അമേരിക്കൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി ഉറപ്പു നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഇറാന്റെ പക്കൽ പൈലറ്റ് അകപ്പെടാതിരിക്കാൻ CIA വലിയ തോതിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത് എന്നത് സംഭവത്തിന്റെ ആ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമിത് സെഗലിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും അതുപോലെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ സെഗൽ ഇസ്രായേലിലെ ഏറ്റവും ജനപ്രിയനായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. നെതന്യാഹു സർക്കാർ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ഇത്തരമൊരു വ്യക്തിയെ അമേരിക്കൻ ഏജൻസികൾ ചോദ്യം ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്താൽ അത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ എപ്രകാരം ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ മറ്റൊരു മാധ്യമ പ്രവർത്തകനായ ബാരക് റാവേദും സമാനമായ വാർത്ത പുറത്തുവിട്ടിരുന്നുവെങ്കിലും സെഗലിന് നേരെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന നടപടികൾ ഇത് ആദ്യമായിട്ടല്ല. അടുത്തിടെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടർ ഹന്ന നെറ്റൻസന്റെ വസതിയിൽ FBI റെയ്ഡ് നടത്തിയതും ഡോൺ ലെമൺ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വിവരങ്ങൾ ചോർത്തുന്നവരെ കണ്ടെത്താൻ മാധ്യമ പ്രവർത്തകരുടെ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്ന രീതി ട്രംപ് ഭരണകൂടം ശക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയും രാജ്യ താൽപര്യവും സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും സെഗലിന്റെ വെളിപ്പെടുത്തലുകൾ ഇറാൻ സൈന്യത്തിന് ഒരു സൂചന നൽകിയോ എന്നതാണ് പ്രധാന തർക്ക വിഷയം. ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇറാൻ സൈന്യം തങ്ങളുടെ തിരച്ചിൽ ശക്തമാക്കാൻ ഈ വാർത്ത കാരണമായെന്ന് ട്രംപ് വാദിക്കുന്നു. എന്നാൽ ഒരു യുദ്ധവിമാനം തകരുമ്പോൾ അതിൽ എത്ര പേരുണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണെന്നും മാധ്യമങ്ങളെ ബലിയാടാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും മാധ്യമ സംഘടനകൾ തിരിച്ചടിക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക പരാജയങ്ങളെ മറച്ചുവെക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും അവർ ആരോപിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ ഇസ്രായേലി മാധ്യമ പ്രവർത്തകനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഈ പോരാട്ടം പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുമോ, അതോ നെതന്യാഹു ഈ വിഷയത്തിൽ ഇടപെട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കുമോ? അമിത് സെഗൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചേക്കാം.
ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി ഈ കേസ് മാറിയിരിക്കുകയാണ്. ഈ സംഭവം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. വിവരസാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന കാലത്ത് യുദ്ധഭൂമിയിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. അമേരിക്ക പോലൊരു രാജ്യം മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മറ്റ് സ്വച്ഛാധിപത്യ രാജ്യങ്ങൾക്ക് തെറ്റായ മാതൃകയാകും. ലോകം മുഴുവൻ ഈ കേസിലെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരിക എന്ന മാധ്യമധർമ്മവും രാജ്യസുരക്ഷയും തമ്മിലുള്ള ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അമിത് സെഗൽ ഒരു ഇരയാണോ അതോ നിയമലംഘകനാണോ എന്ന കാര്യത്തിൽ ലോകം ഇപ്പോഴും രണ്ടഭിപ്രായത്തിലാണ്. എന്തായാലും ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വാർത്തകൾ പലപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്താറുണ്ട്, പ്രത്യേകിച്ച് യുദ്ധത്തെയും നിയമക്കുരുക്കുകളെയും കുറിച്ചുള്ളവ. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്: ഡിജിറ്റൽ ജാഗ്രത. നമ്മൾ വസിക്കുന്ന രാജ്യത്തെ നിയമങ്ങളെ ബഹുമാനിക്കുകയും സോഷ്യൽ മീഡിയ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. ഓർക്കുക, പ്രതിസന്ധികൾ എപ്പോഴും താൽക്കാലികമാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥയ്ക്കും നയതന്ത്ര ചർച്ചകളിലൂടെ ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമാധാനത്തിന്റെ ആ പുലരിക്കായി ലോകം കാത്തിരിക്കുകയാണ്. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി വസ്തുതകൾ മാത്രം വിശ്വസിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊല്ല് ഡിജിറ്റൽ ലോകത്തും പ്രസക്തമാണ്. ജാഗ്രതയോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.